നൂഡിൽസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ കുറവായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് കണ്ടാലോ? ചിക്കൻ നൂഡിൽസ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കനെ ഇതുപോലെ നീളത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യരുത് കേട്ടോ, ഓയിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഒലീവ് ഓയിലിൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ആ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ ഒരു സെയിം പാനിൽ തന്നെ അതിൽ ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് സെയിം പാനിൽ തന്നെ ഞാൻ ഇതുപോലെ അങ്ങ് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ വെളിച്ചെണ്ണയുടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൽ ഓയിൽ മാറ്റിയപ്പോൾ അത് എണ്ണൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ അത് അതിലേക്ക് ചേർക്കേണ്ട മുട്ടയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാനിവിടെ എഗ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എത്രത്തോളം വേവ് വേണം എന്നുള്ളത് അതിൻ്റെ പാക്കറ്റിൽ തന്നെ ബേക്കിൽ എഴുതിയിട്ടുണ്ടാവും, എത്ര ടൈം വേണം. ഇതൊരു 6 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ കുക്കിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. 6 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഓവറായിട്ട് കുക്കാവരുത്, അപ്പോൾ വെന്ത് കൊഴിഞ്ഞു പോകും. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 6 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അതിൻ്റെ പശ മുഴുവൻ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ആക്കി കൊടുക്കാം. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള നൂഡിൽസ് ആയിട്ടല്ലേ കിട്ടുക. ആ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഓയിൽ തന്നെയാണ് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതാ ഒരു 2 ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും ചേർക്കുക. പിന്നെ ക്യാബേജ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കട്ടെ. ഞാൻ ക്യാബേജ് ചേർക്കുന്നില്ല. അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായിട്ട് കിട്ടും. ഒരുപാട് അങ്ങ് വെന്ത് കുഴയാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്തതും അതേപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് മൊത്തത്തിൽ നൂഡിൽസിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സോയാ സോസാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയുടെ സ്റ്റേജ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 തവി വെച്ചിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആകെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായിട്ടോ. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്തെടുത്താൽ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ നൂഡിൽസ് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്